ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാക്കണം നമ്മൾ ചായക്കൊന്ന് കടിയായിട്ട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാക്കണം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. മോനവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ, കുട്ടികളവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ അവന് മദ്രസ ഉണ്ട്, വലിയവന് മദ്രസ ഉണ്ട്. അപ്പോൾ അവന് പോകാൻ ഒരുങ്ങുന്നുണ്ട് അവിടെ. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഇതാക്കണം ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഡലിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ നമുക്ക് ഇന്നലത്തെ സാമ്പാർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ, നമ്മൾ കറിയായിട്ട് എടുക്കുന്നത്. അങ്ങനെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ് ഇങ്കു ഇവിടെ ഉറങ്ങാണ്ട്, നല്ല ഉറക്കത്തിലാണ്. ഇവന് 9:30 വരെ ഉറങ്ങും കേട്ടോ. 9:30 10 മണി വരെ ടൈമിൽ ഉറങ്ങും കേട്ടോ. ഞാൻ ചില സമയത്ത് ഉണർത്താറാണ്. അപ്പോൾ ഇതാക്കണ് ഉണരുന്നുണ്ട് കേട്ടോ. അവന് അംഗൻവാടി ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഇതാ ഇവൻ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് പിന്നെ ചായ കൊടുക്കാണ് കേട്ടോ. ഇനി ചായയും കടിയും കൊടുക്കട്ടെ. അപ്പോൾ ഇതാക്കണ അക്കു മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണ ചായയും കടിയൊക്കെ കഴിക്കാണ്. സൂപ്പർ. അക്കുതാ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 9:30 ആകുമ്പോൾ അവരെ ബസ് വരും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ പോകണം. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവനെ പറഞ്ഞിട്ട് വേണം മറ്റവനെ അംഗൻവാടിയിൽ വിടാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാക്കണ് അതിൻ്റെ തിരക്കിലാണ്. പിന്നെ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. പിന്നെ നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ഒഴിവുണ്ട്, പക്ഷെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. വാവ് കുട ഇവിടെ ചില പോകുമ്പോൾ എടുക്കാം. ഉണങ്ങിക്കോട്ടെ. നീ കുട കൊണ്ടുപോകാം നമുക്ക് കേട്ടോ. റെഡ് കുട സൂപ്പർമാൻ്റെ കുട കൊണ്ടുപോകാം കേട്ടോ. നീ ഏതാ നഴ്സറിക്ക് കൊണ്ടുപോകേണ്ടത്? ഇതെന്തിൻ്റെ കുടയാണ്? എന്തിൻ്റെ കുടയാണ്? അതല്ല ആരെ കൊടയത്? സൂപ്പർമാൻ്റെ ആണോ സ്പൈഡർമാൻ്റെ ആണോ? അങ്ങനെ ഇതാ അക്കുവിൻ്റെ വണ്ടി വന്നു. അവൻ വണ്ടി കയറി പോയിട്ടോ, സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഇവനെ ചെറുതിനെ കൊണ്ടുപോയി അംഗൻവാടിയിൽ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി അവർ രണ്ടാളും പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലത്തെ പണികൾ എടുക്കൽ കേട്ടോ. ഒരു രണ്ടാളെയും പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഒരു 10-15 മിനിറ്റ് ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് സാവധാനത്തിൽ നമ്മൾ വീട്ടിലത്തെ പണികൾ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പോകാൻ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് കൊണ്ടാക്കി കൊടുക്കട്ടെ അംഗൻവാടിക്ക്. അങ്ങനെ ഇതാക്കാൻ നമ്മൾ ഇങ്കുനെയും അംഗൻവാടിയിൽ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, കോട്ടൊക്കെ ഞങ്ങൾ പോയത്. അങ്ങനെ കൊണ്ടാക്കി കൊടുത്ത് വന്നു. ഇതാക്കണ അലക്കാനൊക്കെ ഉള്ളത് വാഷിംഗ് മെഷീനിക്ക് ഇടട്ടെ കേട്ടോ. വാഷിംഗ് മെഷീനിക്ക് എല്ലാതും കൊണ്ടുപോയിങ്ങാണ്ട് ഇടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകിയൊക്കെ വെക്കട്ടെ. അങ്ങനെ ഇതാ അവരൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ പണികൾ തുടങ്ങുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ പണികൾ വരുന്നത്. പാത്രങ്ങളൊക്കെ കുറേ പരത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ചായ കൊടുത്തതും അതേപോലെ തന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള കറി ഉണ്ടാക്കിയതും അങ്ങനത്തെ പാത്രങ്ങളാട്ടോ. രാവിലെ നമ്മളൊരു പ്രാവശ്യം കേക്ക് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇത് പിന്നെയും പരത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കേക്ക് വെക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ കുറേ അടിച്ചു വാരാനും ഒക്കെ ഉണ്ട് കേട്ടോ. അവരെ പുസ്തകങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തും കടിഞ്ഞ് റെഡി ആക്കി വെക്കണം. പിന്നെ ചോറ് നമ്മൾ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി പിന്നെ നമുക്ക് ഇന്നലത്തെ സാമ്പാറുണ്ട്, അപ്പോൾ അതന്നെ മതി. ഞാനും ഉമ്മയേ ഉള്ളൂ, അപ്പോൾ പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിരിക്കാണ് കേട്ടോ. അങ്ങനെ ഇനി ബാക്കി പണികളൊക്കെ എടുക്കട്ടെ.
അങ്ങനെ നമ്മൾ പാത്രം കഴിക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രം കഴുകൽ കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ കുറച്ച് സോപ്പ് ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. കറ്റാർവായ, ആര്യവേപ്പ്, തുളസി ഇട്ടിട്ടുള്ള സോപ്പാണ് കേട്ടോ. നമ്മൾ നീമിൻ്റെ സോപ്പാണ് ഇത്. കുറച്ച് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തിരക്കാണ്. ഗ്ലിസറിനും വിറ്റാമിൻ ഇ ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ സ്മെല്ലൊക്കെ ചേർത്തിട്ട് നല്ല നാച്ചുറൽ സോപ്പാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് ഈ സോപ്പിന്. അപ്പോൾ അത് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാക്കുന്നത് നമ്മൾ സ്മെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷമാണ് സ്മെല്ല് ചേർക്കാൻ കേട്ടോ സോപ്പിന്. ഡയറക്റ്റായിട്ട് അപ്പം തന്നെ ചേർത്ത് കൊടുക്കരുത്. മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചേരുവകളുണ്ടല്ലോ, ആര്യവേപ്പ്, തുളസി, കറ്റാർവായ, അതിൻ്റെ ജ്യൂസൊക്കെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ മോൾഡ് കൊയ്ക്കുന്ന സമയത്താണ് സോപ്പ് സ്മെല്ല് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല സ്മെല്ല് ഉണ്ടാവുക. അപ്പോൾ സോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താക്കണ അടിച്ച് വാരി തുടക്കാൻ നിന്നുവേ. അങ്ങനെ ഇപ്പോൾ ടൈം 3:15 കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അംഗൻവാടിയിൽ പോവാണ്. ഇങ്കുനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംഗൻവാടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് ഓനെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ കോട്ടിട്ട് കണ്ട് വേണം പോവാൻ. നല്ല മഴയാണ് കേട്ടോ ഇന്നിവിടെ. അപ്പോൾ നമുക്കിനി പോയാലോ. അങ്ങനെ ഇതാ അംഗൻവാടിയിൽ പോയി അവനെയും കൊണ്ട് വന്നു കേട്ടോ. കൊട അകത്തുണ്ട്. ഇതാണ് നമ്മുടെ കോൺഫ്ലക്സ് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ അക്കുവിനും രണ്ടാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾ
പാലിൽ സിമ്പിൾ എളുപ്പമാണ് കേട്ടോ. നമുക്ക് പാലിൽ കലക്കി കൊടുത്താൽ മതി. നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം ഇപ്പോൾ ഓന് ഇഷ്ടമല്ല. ഞങ്ങൾക്കും നേന്ത്രപ്പഴം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വരുന്നത്. 2 പാക്കറ്റാണ്. ഒരു പാക്കറ്റ് ഇവിടെ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പാക്കറ്റാണ് വരുന്നത്. ഇതാണ് അവർക്കിപ്പോൾ കഴിക്കാൻ കൊടുക്കാറുള്ളത്. നമ്മൾ വരുന്നത് നമ്മൾ ബൂസ്റ്റിന്റെ കൊണ്ടുപോവല്ലേ? പാല് വയ്ക്കണ്ടേ? പാല് വേണ്ടേ? പാല് വയ്ക്കണ്ടേ? കുറച്ച് പഞ്ചസാരയും വേണ്ടേ? പറഞ്ഞോ. ഇതാണ് കഴിച്ച് ഞാൻ തിന്നത് പറഞ്ഞത്. ഇതാണ് ഇനി കഴിച്ച സാധനം. ഈ പാല് വെക്കട്ടെ തീക്ക്? നിനക്ക് ഇഷ്ടമുണ്ടത്? ഞങ്ങൾക്ക് ഇതിക്കിപ്പോൾ നമ്മൾ പാല് കാച്ചിയതിന് ശേഷം ചൂടാറിയിട്ടാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പാലൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ കഴിക്കാറുണ്ട്. ഇതെന്താ കഴിക്കുന്നത്? ചോക്കോബാറോ? ഇത് ഇഷ്ടമാണോ ചോക്കോബാർ? അങ്ങനെ പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നിലമ്പൂർ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് നമ്മൾ മന്തിയും അൽഫാമും വാങ്ങിച്ചിട്ടോ. ഇത് പുതുതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള കടയുണ്ടോ, മന്തിക്കട പുതുതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.